ഇതുവരെ വന്നില്ലല്ലോ. അവൻ വരേണ്ടതാണ്. വരാത്തതിന്റെ കാരണം മനസ്സിലാവുന്നില്ല. എവിടെ മറിഞ്ഞിരുന്നാലും ആരവ് നമ്മുടെ റൂമിൽ എത്തിച്ചേരും. കാരണം വേറൊരിടത്തും അവൻ സേഫ് അല്ലല്ലോ. അവൻ മടങ്ങി എത്തുമായിരിക്കും. നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റൂ. വാ, നടക്ക്. ഇതെന്തു പറ്റി? ഞാൻ റൂം വൃത്തിയാക്കാൻ വന്നപ്പോഴേക്കും എല്ലാം സെറ്റായല്ലോ. മേഘേ, നീ തനിയെ റൂമൊക്കെ സെറ്റ് ചെയ്തോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പ റൂം സെറ്റാക്കിയത് വൃന്ദയല്ലേ? മുറി മുഴുവൻ അലങ്കോലാക്കി ഇടാനേ നിനക്കറിയുന്ന ഞങ്ങൾ കരുതിയ. ഇതുപോലെ മുറി അടുക്കും ചിട്ടയായിട്ട് വൃത്തിയാക്കിയിടാൻ നീ ശീലിച്ചല്ലോ. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ മേഘ പൊതുവാൾ. മേഘേ, എന്തിനാ മടിച്ചേക്കുന്നേ? വെറുതെ കിട്ടിയ അഭിനന്ദനം കളയണ്ട, വാങ്ങിക്കോ. താങ്ക് യു. നീ തന്നെയാണോടി ഇതെല്ലാം സെറ്റാക്കിയത്? അതെ, ഇതെല്ലാം സെറ്റാക്കിയത് ഞാനാ. നിങ്ങൾ എന്താ കരുതിയത് ഇതെല്ലാം ചെയ്യാൻ വൃന്ദയ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നോ? എനിക്കും അറിയാം. ഇതെല്ലാം ഒതുക്കാൻ നീ ഒത്തിരി കഷ്ടപ്പെട്ട് കാണുമല്ലോ. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും അലങ്കോലാക്കിയിട്ടിരിക്കല്ലായിരുന്നോ? എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിപ്പോയി. നിങ്ങൾ ഓരോരുത്തരുടെയും വിഴുപ്പ് പാണ്ടാം അടുക്കി പെറുക്കി എന്റെ ഊപ്പാട് വന്നുപോയി. എന്റെ മേഘേ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കുറച്ച് കൂടി പോയോ? അയ്യോ, തൽക്കാലം അങ്ങനെ ഇരുന്നോട്ടെ, ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഇനിയിപ്പം വൃന്ദ തനിച്ച് മുറി വൃത്തിയാക്കണ്ട. കൂട്ടിന് ഒരാളെ കൂടി കിട്ടിയല്ലോ. ഇനി മുതൽ മേഘയ്ക്കും ചെയ്യാം. പറയണ്ടായിരുന്നു. പറഞ്ഞത് ഇപ്പൊ പാരയായോ? നീ വിഷമിക്കണ്ട മേഘേ, നമുക്ക് ഊഴം വെച്ച് ചെയ്യാം. പണി കിട്ടിയല്ലോ മേഘേ. മേഘേ, നീ എന്താ പെട്ടെന്ന് ഓഫായത്? ഈ പറഞ്ഞതൊക്കെ അബദ്ധായി പോയിന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയണായിരുന്നു. അതെന്താ? നമ്മുടെ ആരവ് ഇവിടെ രഹസ്യമായി കേറിയോന്നൊരു സംശയം. ആരവ് ഇവിടെ വന്നോ? നീ കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ അവനോട് വന്നതുപോലെ എനിക്ക് തോന്നി. അതെന്താ നിനക്ക് അങ്ങനെ തോന്നിയത്? കേട്ടാ നിങ്ങള് വിശ്വസിക്കൂല. ഞാനിവിടെ ഒരു സ്നാക്സ് പാക്കറ്റ് വെച്ചിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോ അത് കാണാനില്ല. കവർ പൊട്ടിച്ച സൗണ്ടും കേട്ടു. പിന്നെ കടിച്ച് മുറിച്ച് കറമുറ തിന്നുന്ന സൗണ്ടും. ഇനി വല്ല ഗോസ്റ്റ് ഇതിന്റെ അകത്ത് കേറിയോ? ഇത് ഷൈനി, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ തമാശ കാണിക്കല്ലേ? നീ പറ. എന്നിട്ട് പിന്നീട് ഞാൻ നോക്കിയപ്പോ കാലി പാക്കറ്റ് വേസ്റ്റ് ബാസ്കറ്റ് കിടക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ആരവ് ഇവിടെ ഒളിച്ചു കയറി കഴിച്ചിട്ട് പോയതാ. ഇവിടെ ഇല്ലാത്ത ആരവ് ഇതിനകത്ത് ഒളിച്ചു കയറി കഴിച്ചിട്ട് പോയല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയത്. നിനക്ക് തോന്നിയതല്ലേ? അവനെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ പലതും തോന്നും. അപ്പൊ അത് ആരവല്ലേ? പിന്നെ ആരാ? നീ സ്വന്തമായിട്ട് കഴിച്ച കാര്യം പോലും നിനക്ക് ഓർമ്മയില്ലേ മേഘേ? അതങ്ങനെയാണെങ്കിൽ നിനക്കേ എന്തോ ഒരു തകരാറുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്കിപ്പോ പോണ്ടേ? ഞാൻ റെഡിയായി, നിങ്ങൾ റെഡിയാവും. എന്നാ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അപ്പൊ എല്ലാവരും പോവാൻ തയ്യാറെടുക്കാണല്ലേ? ഇനി ഞാനായിട്ട് എന്തിനാ ഇവിടെ കറങ്ങിടക്കുന്നത്? ഞാനും പോവാം. പിള്ളേരെ ഒന്ന് നിന്നേ. എന്താ ചേട്ടത്തി, നിങ്ങള് പുറത്തേക്ക് പോവാണോ? അതെ, പുറത്തേക്ക് പോവാണ്. ഈ വൈകുന്നേരത്ത് ബീച്ചിൽ പോവായിരിക്കും അല്ലേ? അല്ല, ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോവാം. ചേട്ടത്തി എന്തിനാ വിളിച്ചേ? ഗബ്രിയൽ സാറിന്റെ നമ്പർ ഒന്ന് തരൂ. ഗബ്രിയൽ സാറിന്റെ നമ്പർ റീന മാഡത്തിന്റെ നിന്ന് കിട്ടുമല്ലോ. അത് ശരിയാവില്ല. മാഡത്തിനോട് ചോദിച്ചാലേ എന്തിനാ ഏതിനാന്നൊക്കെ 100 ചോദ്യങ്ങളുണ്ടാവും. എന്റെ പ്രശ്നങ്ങൾ റീന മാഡത്തിനോട് പറഞ്ഞാൽ ശരിയാവില്ല. എന്താ ഇപ്പൊ ചേട്ടത്തിന്റെ പ്രശ്നം? നിങ്ങളോട് പറയാം എന്താ നടന്നേന്ന് നിങ്ങളും കൂടി അറിയണം. എന്താ നടന്നത്? രാവിലെ ഒരു ന്യൂസ് പേപ്പർ തനിയെ സഞ്ചരിച്ചു പോണു. ന്യൂസ് പേപ്പറും തനിയെ നടന്നു പോയെന്നാ? എന്തുവാടി ഈ കേക്കുന്ന? ന്യൂസ് പേപ്പർ നടന്നു പോയോ? കൈ കാലുള്ള ന്യൂസ് പേപ്പറോ? ആരെങ്കിലും ന്യൂസ് പേപ്പർ കൊണ്ട് പോയതായിരിക്കും. ചേട്ടത്തി ആളിനെ കാണാതിരുന്നതാ. അതെന്താ ആളിനെ ഞാൻ കാണാതിരുന്നത്?
അപ്പൊ അതൊരു അദൃശ്യ ശക്തിയല്ലേ? അദൃശ്യ ശക്തിയോ? എന്താ ചേട്ടത്തി പറയുന്നേ? അത് അദൃശ്യ ശക്തി അല്ലെങ്കിൽ ആ പത്രം കൊണ്ടുപോയ ആളാരാ? ആളെവിടെ പോയി? ആളിവിടെ പത്രം ഇട്ട ശേഷം അപ്പുറത്തെ വീട്ടില് പത്രം ഇടാൻ പോയി കാണും. ആ അങ്ങനെയാണെങ്കിൽ കിച്ചണിൽ നടന്ന എന്താ? കിച്ചണിൽ എന്താ നടന്നത്? കിച്ചണിൽ ഒരു പപ്പടം അന്തരീക്ഷത്തിൽ വെച്ച് ആരോ കടിച്ചു മുറിച്ച് തിന്നു തീർത്തു. മന്ദാകിരിനെ കട്ട് തിന്നതായിരിക്കും. അതുപോലെ പഴം ആരോ തിന്നു തീർത്തു. പിന്നീട് നോക്കിയപ്പോഴേ അവിടെ പഴത്തൊലി മാത്രം. പക്ഷെ അതിന് എനിക്ക് അമ്പിളിന് സംശയമുണ്ട്. എന്നാ പപ്പടം നിന്നത് അമ്പിളി ചേച്ചിയായിരിക്കും. അല്ല, അതാരാന്ന് ഞാൻ കണ്ടില്ല. ഇവിടെ എന്തോ ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കാര്യത്തെ പറ്റി എനിക്ക് ഗബ്രിയൽ സാറിനോട് ചോദിക്കാനാ നിങ്ങളോട് ഫോൺ നമ്പർ ചോദിച്ചത്. ചേട്ടത്തി, ഈ പ്രശ്നം ചേട്ടത്തി ഗബ്രിയൽ സാറിനോടല്ല പറയേണ്ടത്. പിന്നാരോടെ പറയേണ്ടത്? സാറിന്റെ കൂടെ മറ്റൊരാളുണ്ട്, ഡോക്ടർ എമിലി. അവരോടാണ് ചേട്ടത്തി ഇക്കാര്യം സംസാരിക്കേണ്ടത്. അതോടെ ചേട്ടത്തിന്റെ സംശയങ്ങളൊക്കെ മാറുവേ. ഫോൺ നമ്പർ ഞാൻ അയച്ചേക്കാം. പോട്ടെ, വാ. ചേട്ടത്തി പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. ഇതെല്ലാം സത്യം തന്നെയാണോ ചേട്ടത്തി? കേട്ടപ്പോ തന്നെ ഞങ്ങളുടെ ദേഹത്തോടി ഭയം ഒരു മിന്നൽ പോലെ കേറിപ്പോയി. ഇതിലും നടന്ന സംഭവങ്ങളാണോ ചേട്ടത്തി? എന്റെ കണ്ണി കണ്ട കാര്യം ഞാൻ പറഞ്ഞത്. വിശ്വസിക്കാൻ സൗകര്യമുള്ളവര് വിശ്വസിച്ചാ മതി. അല്ലെങ്കിലേ അവരവരുടെ സ്വന്തം കണ്ണി കാണുമ്പോ വിശ്വസിച്ചോളും. നമ്മൾ തേടിയ വള്ളി കാലി ചുറ്റിയടി. ഇതുകൊണ്ട് നമ്മളൊരു കളി കളിക്കാൻ പോവാ. മാഡം തിരക്കിലാണോ? ഒരു ഓഫീസിലേക്ക് ഇങ്ങനെയാണോ വരുന്നത്? ഇപ്പൊ മാനേഴ്സ് ഒക്കെ ആവാം. സോറി മാം, ഞങ്ങക്ക് ചില കാര്യങ്ങൾ മാമിനോട് ചോദിക്കാനുണ്ട്. അതിനെപ്പറ്റി മുൻകൂട്ടി പറഞ്ഞ മാം കാണാൻ ഞങ്ങൾക്ക് അനുവാദം തരാതിരുന്നാലോ? അതുകൊണ്ടാ കുറച്ച് തിടുക്കം കാണിച്ച. എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോ മാം ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ അറിയുന്നതെല്ലാം ഞാൻ അറിയണമെന്നില്ലല്ലോ. ഈ ഹോസ്റ്റലിൽ ഒരു ഇല അനങ്ങിയാ പോലും മാഡം അറിയില്ലേ? അങ്ങനെയല്ലേ ഇവിടുത്തെ റൂള്. ഇപ്പൊ ആ റൂളൊക്കെ മാറിയോ? നിങ്ങൾ വന്ന കാര്യം പറ, എനിക്ക് തിരക്കുണ്ട്. ഈ ഹോസ്റ്റലിൽ ഗോസ്റ്റ് ഉണ്ടോ മാം? ഗോസ്റ്റോ? പട്ടാ പകല് നേരത്ത് പോലും ഇവിടെ പിള്ളേർക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ലല്ലോ മാം. ആരെ എപ്പോഴാ ഗോസ്റ്റ് അടിച്ചിടുന്നേന്ന് പറയാൻ പറ്റാത്ത സാഹചര്യവും. നിർത്ത്. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഇവിടെ പലരും ഗോസ്റ്റിനെ കണ്ടു തുടങ്ങി. അതാ ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഷട്ട് അപ്പ്. ഈ വിഷയം ഇതിനകത്ത് സംസാരിക്കരുത്. നിങ്ങൾ പണ്ട് മുതലേ ഇവിടെ ഒരു പാൽക്കാരൻ പയ്യന്റെ